സീൻ ബൈനി സംവിധാനം ചെയ്ത് 2009 ഇറങ്ങിയ ഒരു ഓസ്ട്രേലിയൻ ക്രൈം സൈക്കോ ത്രില്ലർ ചിത്രമാണ് ദി ലവ്ഡ് വൺസ്. 18 വയസ്സിന് മേലെ ഉള്ളവർ മാത്രം ഈ ചിത്രം കാണുക. അതേപോലെ വൺ സൈഡായിട്ട് പ്രേമിക്കുന്നവരും കാണരുത്. കണ്ടാൽ ചിലപ്പോൾ നിങ്ങളും ഇവളെപ്പോലെ ഒരു സൈക്കോ ആയി മാറി സൈക്കോ തരം ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു ഇൻസിഡന്റ് നടന്നതിൽ ദുഃഖിച്ച് കഴിയുന്ന നായകൻ, ദുഃഖം കാരണം ലഹരിക്ക് വരെ അടിമയായ നായകനെ അപ്രതീക്ഷിതമായി ഒരാൾ കടത്തിക്കൊണ്ടുപോകുന്നു. പിന്നീട് അവൻ അവിടെ അനുഭവിക്കുന്നത് കണ്ണിന് കാണാൻ പറ്റാത്ത തരത്തിലുള്ള കൊടൂര പീഡനങ്ങൾ ആണ്. ഒരു സൈക്കോയുടെ പ്രതികാരത്തിന്റെ കഥ. ആരായിരിക്കും അവനെ തട്ടിക്കൊണ്ടുപോയത്? എന്തിനായിരിക്കും? നായകന് അവസാനം അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിയോ, അതോ മരിച്ച് കാലാപുരിക്ക് പോകേണ്ടി വന്നോ എന്നൊക്കെ കൊഡുറോൾസ്കി ആയ ഈ ചിത്രം തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറിമുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നായകൻ ബ്രെൻഡും അവൻ്റെ അച്ഛനും കാറിൽ പാട്ടൊക്കെ വെച്ച് പോകുന്നത് കാണാം. ബ്രെൻഡിന് ആണെങ്കിൽ ലൈസൻസ് പോലുമില്ല. അവൻ വാഹനം ഓടിക്കാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അച്ഛാ, ഈ കാർ പഴയതായിട്ടുണ്ട്, നമുക്ക് പുതിയൊരു കാർ വാങ്ങിച്ചാലോ എന്നൊക്കെ അവൻ പറയുമ്പോൾ, എടാ നീ എൻ്റെ കാറിനെ കുറ്റം പറയരുത്, പഴയതാണെങ്കിൽ എന്താ, ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലേ. പിന്നെ ഈ കാറിന് ഒരുപാട് ഓർമ്മകളുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും ബാക്ക് സീറ്റിൽ ഇരുന്ന് റൊമാൻസ് ചെയ്തപ്പോഴാണ് നീ വരെ ഉണ്ടായത്. ഇങ്ങനെയുള്ള ഓർമ്മകളുള്ള ഈ കാർ ഞാൻ ഒഴിവാക്കണം എന്നാണോ നീ പറയുന്നത് എന്നൊക്കെ മകനോട് പറയുകയാണ്. അങ്ങനെ അവർ കൂളായി സംസാരിച്ച് തമാശ ഒക്കെ പറഞ്ഞ് യാത്ര ചെയ്തുകൊണ്ട് പോവുകയാണ്. അച്ഛനാണെങ്കിൽ സിഗരറ്റ് വലിക്കുമ്പോൾ എന്തിനാ അച്ഛാ ഈ പുക വലിക്കുന്നത് എന്ന് അച്ഛനെ ഉപദേശിച്ചു പോകുമ്പോൾ പെട്ടെന്ന് നടു റോഡിൽ ദേ ഒരുത്തൻ നടന്നു വരുന്നു. അവൻ്റെ നെഞ്ചിൽ ഹാർട്ട് ഷേപ്പിൽ കീറി മുറിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അവനെ കണ്ടതിനാൽ ബ്രെൻഡിൻ്റെ കൺട്രോൾ വിട്ട് വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോയി അവിടെയുള്ള വലിയൊരു മരത്തിൽ പോയി ഒരൊറ്റ ഇടി. ദുഃഖകരമായ കാര്യം എന്തെന്നാൽ ആ ആക്സിഡന്റിൽ ബ്രെൻഡിൻ്റെ അച്ഛൻ മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഒരു 6 മാസം കഴിഞ്ഞ് അച്ഛൻ മരിച്ചതിനാൽ ബ്രെൻഡ് ഡിപ്രഷൻ അവസ്ഥയിലാണുള്ളത്. അച്ഛൻ മരിക്കാൻ കാരണം ഞാൻ തന്നെയാണ്, ഞാൻ ശ്രദ്ധിച്ചു വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ അങ്ങനെ അപകടം ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ സ്വയം മനസ്സിനെ ഡിപ്രഷനിലാക്കുകയാണ്. അതേപോലെ നല്ല നീറ്റായി നടന്നിരുന്ന അവൻ ഇപ്പോൾ ലഹരിയൊക്കെ ഉപയോഗിക്കാനും തുടങ്ങി. ഫ്രണ്ടുകാരനാണ് അവന് ലഹരിയൊക്കെ കൊടുക്കുന്നത്. ഫ്രണ്ടുകാരൻ അവനോട് ഇന്ന് രാത്രി ഒരു പാർട്ടിയുണ്ട്, നീ അതിന് വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, പാർട്ടിയോ, ഞാൻ വരാം, പക്ഷേ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ കൂട്ടിയിട്ടേ ഞാൻ വരൂ എന്ന് പറയുകയാണ്. അതിനെന്താടാ, വാ, നല്ല കാര്യമല്ലേ, നിനക്ക് സേഫ്റ്റിക്ക് തിങ്സ് വേണമെങ്കിൽ ഞാൻ തരാം, എൻജോയ് ചെയ്യ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അന്നേരം അതുവഴി ഒരു പെൺകുട്ടി വരികയാണ്. ഇവളുടെ പേര് മിയ. മിയയെ കണ്ടപ്പോൾ തന്നെ ഫ്രണ്ടുകാരൻ്റെ മനസ്സിൽ ലെഡ് പൊട്ടുകയാണ്. അവളോട് ഒരു ക്രഷ് തോന്നി. അവളെ എങ്ങനെയെങ്കിലും സെറ്റാക്കണം എന്ന് ചിന്തിച്ച് നേരെ അവളുടെ അടുത്ത് പോയി, ഇന്നൊരു പാർട്ടിയുണ്ട്, എൻ്റെ കൂടെ വരുമോ, ഞാൻ ഒറ്റയ്ക്കാ എന്ന് പറയുമ്പോൾ അതിനവൾ സമ്മതിക്കുകയാണ്. അത് കേട്ടതോടെ അവൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷമാവുകയാണ്. അക്കാര്യം ബ്രെൻഡിനോട് പറഞ്ഞ് അവൻ അവിടുന്ന് പോവുകയാണ്. അന്നേരം അവിടേക്ക് മറ്റൊരു പെൺകുട്ടി വരുന്നു. ഇവളാണ് ബ്രെൻഡിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ലോല. എടാ, രാത്രി പാർട്ടിയിൽ ഞാനും നിൻ്റെ കൂടെ വരട്ടെ, നമുക്ക് ഒരുമിച്ച് ഡാൻസ് കളിക്കാം എന്ന് പറയുമ്പോൾ, അയ്യോ നിൻ്റെ കൂടെയോ, അങ്ങനെ ഒന്നും വരാൻ പറ്റില്ല, ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോവുകയാണ്. അന്നേരം ലോലക്ക് അവനോട് ദേഷ്യമാണോ വിഷമമാണോ എന്നൊന്നും അറിയാത്ത ഒരു ഫീലിങ്ങിൽ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ബ്രെൻഡ് ക്ലാസ് വിട്ടു വരുമ്പോൾ അവളുടെ ഗേൾ ഫ്രണ്ടായ ഹോളിയെ മീറ്റ് ചെയ്ത് സംസാരിച്ച് നടക്കുമ്പോൾ, എടാ നിനക്കൊരു കാര്യമറിയോ, എനിക്ക് ലൈസൻസ് കിട്ടി, ഇനി മുതൽ എല്ലാ ദിവസവും ഞാൻ തന്നെ നിന്നെ എൻ്റെ കാറിൽ വീട്ടിലേക്ക് കൊണ്ടുവിടാം എന്ന് അവൾ പറഞ്ഞ് അങ്ങനെ അവർ കാറിൽ കയറിയിരുന്ന് അവിടെ ഒരു കിസ്സിൽ നിന്ന് തുടങ്ങി ഒരു ഡിങ്കോൾഫി തന്നെ നടക്കുന്നു. അന്നേരം അവൻ്റെ ശരീരത്തിൽ ബ്ലേഡ് കൊണ്ടുള്ള മുറിവൊക്കെ കാണുകയും അവൻ്റെ കഴുത്തിലും ബ്ലേഡിൻ്റെ മാലയും കണ്ട്, എടാ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും മറുപടി പറയാതെ അവൻ വീണ്ടും അവളെ കെട്ടിപ്പിടിച്ച് അങ്ങനെ റൊമാൻസ് ചെയ്യാൻ തുടങ്ങി. അവരങ്ങനെ ഡിങ്കോൾഫിയിൽ ഏർപ്പെടുന്നതൊക്കെ പുറത്തുനിന്ന് ലോല ചങ്ക് പൊട്ടിയ പോലെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ആ ഡിങ്കോൾഫിക്ക് ശേഷം ബ്രെൻഡിനെ ഹോളി അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നു. എടാ രാത്രി പാർട്ടി ഉള്ളതല്ലേ, ഞാൻ കൃത്യസമയത്ത് വരാം, നീ ആ സമയത്ത് റെഡിയായി നിൽക്കണം എന്ന് പറയുമ്പോൾ, എടേ നിനക്കൊരു കാര്യമറിയോ, എന്നെ ആ ലോല ഡാൻസ് പാർട്ടിക്ക് ഒരുമിച്ച് പോകാം, വരാൻ പറ്റുമോ എന്ന് ചോദിച്ച് വിളിച്ചിരുന്നു. അത് കേട്ട് ഹോളി കാര്യമാക്കിയെടുക്കാതെ, അതിനെന്താ, അങ്ങനെയൊക്കെ എല്ലായിടത്തും ഉണ്ടാവും, പക്ഷെ നീ എന്നെ ചതിക്കില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അവൾ പോവുകയാണ്. അങ്ങനെ ബ്രെൻഡ് വീട്ടിൽ കയറി ഡോറെല്ലാം അടച്ച് ഇരുട്ടത്തിരുന്ന് പേപ്പറിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ
കൃത്യം അവിടേക്ക് അവൻ്റെ അമ്മ വരുമ്പോൾ അവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്ന് മാറി പാട്ടൊക്കെ കേട്ട് കൂളായിരിക്കുകയാണ്. എടാ, നിന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തു പോയ ആ ഹോളി ഉണ്ടല്ലോ, അവൾക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടോ? ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരുടെ കൂടെ വണ്ടിയിൽ പോകാൻ പാടില്ല എന്നൊക്കെ അമ്മ പറയുമ്പോൾ, ഇല്ല അമ്മേ, അവൾക്ക് ഇപ്പോഴാണ് ലൈസൻസ് കിട്ടിയത്, അവൾക്ക് നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം, നൈറ്റ് പാർട്ടിക്ക് പോകാൻ അവൾ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാം എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അമ്മയാണെങ്കിൽ, വേണ്ട മോനെ, എനിക്കെന്തോ പേടിയാവുന്നു, നീ അവളുടെ കൂടെ ഒന്നും കാറിൽ പോകണ്ട, ഒരു ടാക്സി വിളിച്ച് പോയാൽ മതി. അതിനെന്താ അമ്മേ, കാറിൽ പോകുന്നതും ടാക്സിയിൽ പോകുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ലൈസൻസ് ഒക്കെ ചുമ്മാ കൊടുക്കുന്നതല്ലല്ലോ, വാഹനം ഓടിക്കാൻ അറിയുന്നവർക്കല്ലേ കൊടുക്കുന്നത്. അവൾക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്, അതിനർത്ഥം അവൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാം. എടാ, ലൈസൻസിൻ്റെ കാര്യം നോക്കണ്ട, അവൾ ഇപ്പോൾ പഠിച്ചതല്ലേ ഉള്ളൂ, അവൾക്ക് നന്നായി ഓടിക്കാനൊന്നും അറിയുന്നുണ്ടാവില്ല. അത് കേട്ടപ്പോൾ, എനിക്കറിയാം അമ്മേ, അന്ന് എനിക്ക് കാറ് നേരെ ഓടിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ആക്സിഡൻ്റായി അച്ഛൻ മരിച്ചത്. ആ കാര്യം എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്നത് എന്തിനാ എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടപ്പെട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. കൂടെ അവൻ്റെ ഡോഗും ഉണ്ട്. അമ്മ ആ കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചതിനാൽ അവന് ഡിപ്രഷൻ കൂടിക്കൂടി വന്ന് ബ്ലേഡ് എടുത്ത് കൈ മുറിച്ചു കൊണ്ടുപോവുകയാണ്. അതുമാത്രമല്ല, ഡിപ്രഷൻ കൂടിക്കഴിഞ്ഞാൽ അവൻ വേറൊരു സൈക്കോത്തരം കൂടി ചെയ്യാറുണ്ട്. വലിയൊരു മല നോക്കി അതിലേക്ക് വലിഞ്ഞു കയറും. എന്നിട്ട് പകുതിക്ക് എത്തുമ്പോഴത്തേക്കും കൈവിട്ടാലോ, ഇവിടെ തന്നെ വീണ് മരിച്ചാലോ എന്നൊക്കെ ചിന്തിക്കും. അതേപോലെ ഇപ്പോഴും ആ പാറൻ്റെ മുകളിൽ കയറി കൈവിടാനായി ട്രൈ ചെയ്യുകയാണ്. എന്നാൽ പെട്ടെന്ന് എന്തായി എന്നറിയില്ല, മരിക്കുന്നത് വേണ്ട എന്നൊരു തോന്നൽ. അതിനാൽ എങ്ങനെയൊക്കെയോ ആയി പാറൻ്റെ മേലെ കയറി ഇരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരുന്ന് കാറ്റും കൊണ്ട് പുകവലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൃത്യം അവൻ്റെ അമ്മ കോൾ ചെയ്യുകയാണ്. കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് പുറകിലൂടെ ആരോ വന്ന് അവൻ്റെ വാ പൊത്തിപ്പിടിച്ച് അവനെ അടിച്ച് നിലത്തിട്ട് കടത്തിക്കൊണ്ടു പോവുകയാണ്. അവൻ്റെ ഫോൺ ചവിട്ടി തെറിപ്പിച്ച് അവിടുന്ന് അവനെ തൂക്കിയെടുത്ത് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. ഇതേ നേരം ഫ്രണ്ടുകാരനെ കാണാം. അവൻ്റെ കൂടെ മിയ പാർട്ടിക്ക് വരാം എന്ന് പറഞ്ഞതല്ലേ, അവളെ കൂട്ടാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് പോവുകയാണ്. അവളെ ഇംപ്രസ് ചെയ്യുന്ന പോലെ വസ്ത്രമൊക്കെ ധരിച്ച് പൂക്കളൊക്കെ കൊടുത്ത് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കുമ്പോൾ കൃത്യം അവിടേക്ക് മിയയുടെ അച്ഛൻ, അയാൾ ഒരു പോലീസുകാരനാണ്, അവിടെ വന്നിട്ട് നിക്ക്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്ക്, എൻ്റെ മകളും നീയും തമ്മിലുള്ള ഒരു ഫോട്ടോ ഞാൻ എടുക്കട്ടെ. എന്തെന്നാൽ നിന്റെ കൂടെ അല്ലേ ഇവളെ വിടുന്നത്, വിട്ടതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരണം. അതിനു വേണ്ടിയാ എൻ്റെ മകളെ നീയാണ് കൂട്ടിക്കൊണ്ടുപോയത് എന്നൊരു പ്രൂഫ് വേണ്ടേ, അതിനായി ഈ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് അതിനുശേഷമാണ് അയാൾ മകളെ അവൻ്റെ കൂടെ പറഞ്ഞു വിടുന്നത്. ഇതേ നേരം ബ്രൻഡിൻ്റെ അമ്മയാണെങ്കിൽ ബ്രൻഡിനെ കുറേ നേരമായിട്ടും കാണാത്തതിനാൽ അവൻ സ്ഥിരമായി പോകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ അവനെ അന്വേഷിച്ചു പോയി. മോനെ ബ്രൻഡ്, എവിടെയാ നീ, കുറേ നേരമായല്ലോ പോയിട്ട് എന്നൊക്കെ അവനെ വിളിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ഇതേ നേരം ബ്രൻഡിൻ്റെ ഗേൾ ഫ്രണ്ട് ഹോളിയാണെങ്കിൽ ബ്രൻഡിനെ പിക്കപ്പ് ചെയ്യാൻ വീട്ടിലേക്ക് വന്ന് ഡോർ തട്ടിയെങ്കിലും ഡോർ തുറക്കുന്നില്ല. കാരണം വീട്ടിൽ ഇപ്പോൾ ആരുമില്ലല്ലോ. അന്നേരം അവിടേക്ക് അമ്മ തിരിച്ചെത്തി. മോളെ, ബ്രൻഡ് നിന്നെ എപ്പോഴെങ്കിലും വിളിച്ചിരുന്നോ, മെസ്സേജ് എങ്കിലും അയച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല അമ്മേ, അവൻ അവസാനം എൻ്റെ അടുത്ത് പാർട്ടിക്ക് പോകുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ബ്രൻഡിനെ പിക്കപ്പ് ചെയ്യാനാ വന്നത് എന്നൊക്കെ പറയുകയാണ്. ശേഷം ബ്രൻഡിൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ കണക്റ്റ് ആകുന്നില്ല. പെട്ടെന്ന് പുറത്ത് നായ കരയുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. പോയി നോക്കുമ്പോൾ ബ്രൻഡിൻ്റെ നായയെ അവൻ ബ്രൻഡിനെ കടത്തിക്കൊണ്ടു പോയവൻ അടിച്ച് ചതച്ചിരുന്നു. നായ ഇപ്പോൾ ഞരങ്ങിയാണ് ഇവിടെ വീട്ടിലേക്ക് എത്തിയത്. അത് കണ്ടപ്പോൾ അമ്മ ആകെ ഭയപ്പെടുകയാണ്. മകൻ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് അമ്മക്ക് മനസ്സിലായി. പിന്നെ ഒന്നും നോക്കിയില്ല, അമ്മ നേരെ പോലീസുകാരൻ കോൾ ചെയ്യുകയാണ്. അങ്ങനെ പോലീസുകാരനെ വിളിച്ച് ബ്രൻഡിനെ കാണാതായ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവൻ എവിടെയെങ്കിലും മദ്യപിച്ച് കിടക്കുന്നുണ്ടാവും, രാത്രി അവൻ തിരിച്ചു വരും എന്ന് പറഞ്ഞെങ്കിലും ഇല്ല, അവൻ്റെ കൂടെ പോയ ഡോഗിനെ ആരോ ആക്രമിച്ചിട്ടുണ്ട് എന്ന് അമ്മ പറഞ്ഞപ്പോഴാണ് കാര്യത്തിൻ്റെ ഗൗരവം പോലീസുകാരന് മനസ്സിലായത്. ശരി, ഞാൻ വേണ്ട കാര്യം ചെയ്യാം, ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് പോലീസ് കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. മറ്റേ വശത്ത് ഹോളിയാണെങ്കിൽ പരിക്കേറ്റ നായയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നാൽ പറഞ്ഞിട്ട് എന്ത് കാര്യം, പോകുന്ന വഴിക്ക് വെച്ച് തന്നെ ആ നായ മരിച്ചു പോവുകയും ചെയ്തു. ഇതേ നേരം ബ്രൻഡിനെ കടത്തിക്കൊണ്ടു പോകുന്ന ആ കാറ് കാണാം. ചീറി പാഞ്ഞു പോകുമ്പോൾ ഒരു വശത്ത് ഒരു കാട്ടുപൂച്ച മരിച്ചു കിടക്കുന്നത് കാണുകയും അയാൾ ആ കാട്ടുപൂച്ചയെ എടുത്ത് വാഹനത്തിൽ ഇട്ട് പോവുകയാണ്. പോയി നേരെ അവൻ്റെ താവളത്തിൽ എത്തുക. ട്വിസ്റ്റ് എന്തെന്നാൽ ബ്രൻഡിനെ പ്ലാൻ ചെയ്ത് കടത്തിക്കൊണ്ടുവന്നത് മറ്റാരുമല്ല, ബ്രൻഡിനെ വൺ സൈഡായി ലവ് ചെയ്തുകൊണ്ടിരുന്ന ലോലയായിരുന്നു. അവൾ അവളുടെ അച്ഛൻ്റെ സഹായത്തോടെയാണ് ബ്രൻഡിനെ കടത്തിക്കൊണ്ടുവന്നത്. അച്ഛാ, ഞാൻ അവനെ കടത്തിക്കൊണ്ടുവരാനല്ലേ പറഞ്ഞത്, അല്ലാതെ കൊന്നിട്ട് കൊണ്ടുവരാൻ അല്ലല്ലോ. ഇല്ല മോളെ, അവൻ ചത്തിട്ടൊന്നുമില്ല, അവൻ്റെ ഹാർട്ട് ബീറ്റ് കേട്ടു നോക്ക് എന്ന് പറയുമ്പോൾ ലോല അവൻ്റെ നെഞ്ചിൽ തലവെച്ച് ഹാർട്ട് ബീറ്റ് കേൾക്കുകയാണ്. അതിനുശേഷം അവനെ വീടിനകത്ത് കൊണ്ടുപോയി ചെയറിൽ കെട്ടി ഇരുത്തുകയാണ്. ഇപ്പോഴാണ് ലോല ഒരു വലിയ
സൈക്കോ ആണെന്ന് മനസ്സിലാകുന്നത്. ലോല മാത്രമല്ല, ലോലയുടെ അച്ഛനും ഒരു സൈക്കോ ആണ്. അവളുടെ കയ്യിൽ ഒരു ആൽബം ഉണ്ട്. അതിൽ ബ്രൻഡിന്റെ ഫോട്ടോ ഒട്ടിച്ച് അതിന്റെ മേലെ ഹാർട്ട് സിമ്പൽ ഒക്കെ വരച്ച് നെറ്റിയിൽ പൊട്ടൊക്കെ ഇട്ട് ചെറിയ കുട്ടികളെ പോലെ ചിത്രം വരച്ച് കളിക്കുമ്പോൾ അവിടേക്ക് അവളുടെ അച്ഛൻ വന്ന് അവൾക്ക് വാങ്ങിയ ഒരു ഡ്രസ്സ് കൊടുക്കുകയാണ്. അവൾക്ക് ഒരുപാട് സന്തോഷമാവുകയും അച്ഛനെ കെട്ടിപ്പിടിച്ച് സന്തോഷ പ്രകടനം നടത്തിയ ശേഷം ആ ഡ്രസ്സ് എടുത്തു നോക്കുമ്പോൾ അവൾക്കത് കൂടുതൽ ഇഷ്ടമാവുകയാണ്. ശേഷം അച്ഛൻ അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ നിക്കച്ച, ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് കാണിക്കാം, എങ്ങനെയുണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞ് അച്ഛൻ്റെ മുൻപിൽ വെച്ച് തന്നെ ചെറിയ കുട്ടിയെ പോലെ അവൾ വസ്ത്രമൊക്കെ മാറ്റി അച്ഛൻ കൊടുത്ത ആ വസ്ത്രം ഇടുകയാണ്. ആ അച്ഛനാണെങ്കിൽ അതൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിലും മകളാണെന്ന് പോലും നോക്കാതെ അയാൾ അതൊക്കെ കണ്ട് രസിക്കുകയാണ്. അങ്ങനെ അവൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് എങ്ങനെയുണ്ട് അച്ഛാ, കൊള്ളാമോ എന്ന് ചോദിക്കുമ്പോൾ സിനിമാ നടിയെ പോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവളെ പുകഴ്ത്തുകയാണ്. അതിനുശേഷം അയാൾ കോട്ട് സ്യൂട്ട് ഒക്കെ ധരിച്ച് ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. ഓപ്പോസിറ്റിൽ ബ്രൻഡും ഇരുന്നിട്ടുണ്ട്. അവൻ്റെ കൈകാലൊക്കെ കെട്ടിയിട്ടാണ് അവിടെ ഇരുത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, ചെയറിൽ നിന്ന് ചെയറോടെ എഴുന്നേറ്റ് പോകാതിരിക്കാൻ ചെയറടക്കം നിലത്ത് സ്ക്രൂ ഇട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീട്ടിൽ ഈ 2 സൈക്കോകൾ മാത്രമല്ല, ലോലയുടെ അമ്മയുമുണ്ട്. അവളുടെ അമ്മയുടെ നെറ്റിയിൽ എന്തോ ഒരു വൃത്തത്തിൽ തയമ്പ് കാണാം. അമ്മ ഒരൽപ്പം ഗൗരവമുള്ള സൈക്കോയെ പോലെയാണുള്ളത്. അതൊക്കെ കണ്ട് അയ്യോ, ഞാനൊരു സൈക്കോ ഫാമിലിയുടെ മുൻപിലാണോ പെട്ടത്, എങ്ങനെയാ ഇവിടുന്ന് രക്ഷപ്പെടുക എന്ന് അവൻ വെപ്രാളപ്പെടുകയാണ്. അവൻ അലറുന്നത് കണ്ടപ്പോൾ ലോല എന്തോ ഒരു മരുന്ന് സിറിഞ്ചിൽ എടുത്ത് അവൻ്റെ തൊണ്ടയിലേക്ക് തന്നെ കുത്തിവെക്കുകയാണ്. അതോടെ അവന് ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റാതെയാകുന്നു. അതിനുശേഷം ലോല ബ്രൻഡിൻ്റെ മടിയിൽ ഇരുന്നിട്ട് അച്ഛാ, നമ്മളെ കാണാൻ അടിപൊളിയല്ലേ, ഒരു ഫോട്ടോ എടുക്ക് എന്ന് പറയുമ്പോൾ അച്ഛൻ ഒരു ഫോട്ടോ എടുക്കുകയാണ്. അടുത്തതായി അവളുടെ അമ്മയെ അവൻ്റെ മടിയിൽ ഇരുത്തി ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ അമ്മയാണെങ്കിൽ ഒരുപാട് വയസ്സായ അമ്മയാണ്. തല ഉയർത്തി നോക്കാൻ പോലും പറ്റാത്ത അത്രയും ക്ഷീണിതയാണ്. അതിനാൽ അമ്മയുടെ തലമുടി പിടിച്ചു വലിച്ച് നേരെ നോക്ക് അമ്മേ എന്ന് പറഞ്ഞ് അമ്മയെ ടോർച്ചർ ചെയ്ത് ഫോട്ടോ എടുക്കാൻ പോസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. അതിനുശേഷം നേരം കടന്നു പോകവേ സൈക്കോ തന്തയും മകളും ഇരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മയാണെങ്കിൽ സൈലൻ്റായി ഇരിക്കുന്നത് കണ്ടിട്ട് എന്ത് പറ്റിയമ്മേ, നിങ്ങൾക്ക് വിശക്കുന്നില്ലേ എന്ന് ചോദിച്ച് ചിക്കൻ ലെഗ് പീസ് എടുത്ത് അമ്മയുടെ വായിൽ തന്നെ തള്ളിക്കയറ്റി ടോർച്ചർ ചെയ്ത് കഴിപ്പിക്കുകയാണ്. അമ്മക്കാണെങ്കിൽ വാ പോലും മൊത്തമായി ഓപ്പൺ ചെയ്യാനും പറ്റുന്നില്ല. എന്നാലും സൈക്കോത്തി അമ്മയെ കഴിപ്പിച്ച് പാലൊക്കെ കുടിപ്പിക്കുകയാണ്. അതൊക്കെ കണ്ട ബ്രൻഡ് ഇവൾ ഇത്രയും വലിയ സൈക്കോ ആണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഇരിക്കുകയാണ്. അതേപോലെ അവൻ കെട്ടിയിരിക്കുന്ന കയർ അയക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അതിൽ ആ ഒരു ഭാഗത്ത് പിടിച്ചു വലിച്ചാൽ ആ കെട്ട് അഴിയും. അതിനു വേണ്ടി അവൻ ട്രൈ ചെയ്യുകയാണ്. അന്നേരം സൈക്കോലോല ബ്രൻഡിനെ മെല്ലെ നോക്കി എന്താടാ നീ ഇങ്ങനെ നോക്കുന്നേ, നിനക്കും വിശക്കുന്നോ എന്ന് ചോദിച്ച് അവൻ്റെ അടുത്ത് ചെന്ന് എന്നാൽ നീയും കഴിക്ക് ചിക്കൻ പീസ് എന്ന് പറഞ്ഞ് അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നാൽ അവൻ അത് കഴിക്കുന്നില്ല. വാ പോലും തുറക്കാതെ ഇരിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ പെട്ടിയിൽ നിന്നും ഒരു ചുറ്റിക എടുത്തു കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ട് ഇനി മോൻ ധൈര്യമായിട്ട് കഴിക്ക്, ഇല്ലെങ്കിൽ അടുത്ത പണി ഞാൻ ചെയ്യും എന്ന് പറയുമ്പോൾ ആ ചുറ്റിക കണ്ടപ്പോൾ അയ്യോ, അച്ഛൻ ചുറ്റിക സൈക്കോ ആണെന്ന് തോന്നുന്നു, ഇനി ഞാൻ ഇത് കഴിച്ചില്ലെങ്കിൽ എൻ്റെ തല ഇയാൾ ഇടിച്ചു പൊട്ടിക്കും, അല്ലെങ്കിൽ വേണ്ട വേറെ എന്തെങ്കിലും ഐഡിയ കാണിക്കാം, ചിക്കനിൽ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ ചിന്തിച്ച് ലോലയോട് എനിക്ക് അർജന്റായിട്ട് ബാത്റൂമിൽ പോകണം എന്ന് പറയുകയാണ്. അത് കേട്ട് ഓ മൂത്രമൊഴിക്കാനാണോ എന്ന് പറഞ്ഞിട്ട് ലോല ഒരു ഗ്ലാസ് പാല് മൊത്തമായി കുടിച്ചിട്ട് ആ ഗ്ലാസ് അവൻ്റെ കിടുങ്ങാമണിയിൽ വെച്ചിട്ട് ഇനി നീ മൂത്രമൊഴിച്ചോ എന്ന് പറയുകയാണ്. അവളുടെ ആ സൈക്കോത്തരം കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അവന് അറിയുന്നില്ല. കാരണം അവിടുന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണല്ലോ ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ മൂത്രമൊഴിക്കാൻ പോലും വരുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഇരിക്കുമ്പോൾ ആ കാര്യം ലോലക്ക് മനസ്സിലാവുകയും ചെയ്തു. എടാ, നിനക്ക് എന്നോട് കള്ളം പറയാൻ ഇത്ര ധൈര്യം എവിടുന്ന് വന്നോ? ലോലക്ക് ദേഷ്യം വന്ന് അച്ഛാ, ആ ചുറ്റിക എടുത്തോണ്ട് വാ, ഞാൻ 10 വരെ എണ്ണും, അതിനുള്ളിൽ നീ മൂത്രം ഒഴിച്ചില്ലെങ്കിൽ അച്ഛൻ നിന്റെ കിടുങ്ങാമണിക്ക് ആണിയടിക്കും എന്ന് പറഞ്ഞ് എണ്ണാൻ തുടങ്ങി. 1, 2, 5 വരെ എണ്ണുമ്പോഴും എന്ത് ചെയ്യാനാ, എത്ര ശ്രമിച്ചിട്ടും അവന് മൂത്രമൊഴിക്കാൻ വന്നില്ല. അവസാനം 7, 8 വരെ എണ്ണുമ്പോൾ പേടിച്ച് അങ്ങേയറ്റം എത്തിയതിനാൽ പേടിച്ച് അവൻ മൂത്രമൊഴിച്ച് അവൻ രക്ഷപ്പെടുകയാണ്. അപ്പോൾ നീ സത്യമാണല്ലേ പറഞ്ഞ്, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞ് ലോല അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കലിപ്പിലായ ബ്രണ്ട് കാല് പൊക്കി അവളുടെ നെഞ്ചിലേക്ക് ഒരൊറ്റ ചവിട്ട് ടേബിൾ അടക്കം തെറിച്ച് വീഴുകയാണ്. എന്നിട്ട് ചെയറിൽ നിന്ന് എഴുന്നേറ്റ് 2 കാലും കെട്ടിയിട്ടുണ്ടല്ലോ, അതിനാൽ തുള്ളി ആ വീട് വിട്ട് പുറത്തിറങ്ങി രക്ഷപ്പെടാൻ ട്രൈ ചെയ്യുകയാണ്. അവനെ കെട്ടി കസേരയിൽ ഇരുത്തിയതല്ലാതെ കസേരയിൽ ചേർത്ത് അവനെ കെട്ടിയിരുന്നില്ല. കസേര മാത്രമേ നിലത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സൈക്കോകൾക്ക് ചെറിയൊരു മണ്ടത്തരം പറ്റിയതാണ്.
അങ്ങനെ പുറകെ സൈക്കോ തന്തയും വന്ന് അവനെ അന്വേഷിക്കാൻ തുടങ്ങി. കാലിൽ കെട്ടിയതിനാൽ കുറേ ദൂരെ പോയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതിനാൽ അവിടെയുള്ള കാറിൻ്റെ ഹെഡ്ലൈറ്റ് ഒക്കെ ഓൺ ചെയ്ത് നോക്കിയെങ്കിലും അവനെ കണ്ടില്ല. നോക്കിയാൽ ആ കാറിൻ്റെ അടിയിലാണ് അവൻ ഒളിഞ്ഞു കിടക്കുന്നത്. എങ്ങനെയൊക്കെയോ ആയി അവൻ കയ്യിലെ കെട്ടും കാലിലെ കെട്ടും ഒക്കെ അഴിച്ചു മാറ്റി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ പെട്ടെന്ന് സൈക്കോ കാറിൽ കയറി അവനെ തിരയാൻ നോക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് പോകുന്നത് സൈക്കോ കാണുകയും ഇടിക്കാൻ വേണ്ടി വാഹനം ഓടിച്ച് അവൻ്റെ പുറകെ പോയപ്പോൾ അവൻ ജസ്റ്റ് മിസ്സിൽ അവിടെയുള്ള മരത്തിൽ കയറി രക്ഷപ്പെടുകയാണ്. അന്നേരം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി, എടാ നീ കാരണം എൻ്റെ വാഹനം ഡാമേജായി, നിന്നെ കൊല്ലാതെ ഞാൻ വിടില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സൈക്കോത്തി വന്ന് മരത്തിലേക്ക് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ അവൻ ഒരു വശത്ത് ഒളിഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട്, അച്ഛാ ദേ നോക്ക്, അവൻ അവിടെയാണ് ഒളിഞ്ഞു നിൽക്കുന്നത്, ഒരു കല്ലെടുത്ത് അവൻ്റെ തലമണ്ടക്കെറിഞ്ഞ് അവന് താഴെ വീഴ്ത്ത്. അത് കേട്ട് അച്ഛൻ കല്ലെടുത്ത് മാങ്ങക്ക് കല്ലെറിയുന്ന പോലെ അവൻ്റെ നേർക്ക് എറിയാൻ തുടങ്ങി. എന്നാൽ അവൻ ആ കല്ലിൽ നിന്നൊക്കെ മാറി മാറി രക്ഷപ്പെട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ, നിങ്ങൾ എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ, ഈ ടോർച്ച് പിടി, ഞാൻ എറിഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് ടോർച്ച് കൊടുത്ത് ഒരു കല്ലെടുത്ത് നേരെ നോക്കി അവൻ്റെ തലക്ക് ഒരൊറ്റ ഏറ് കൃത്യം തലമണ്ടക്ക് തന്നെ കൊണ്ട് ആ വേദനയിൽ അവൻ അവിടെ നിന്ന് കൺട്രോൾ വിട്ട് താഴേക്കൊരൊറ്റ വീഴ്ച. പിന്നെ എന്തു പറയാൻ, വീണ്ടും അവനെ റൂമിൽ കൊണ്ടുപോയി കസേരയിൽ ഇരുത്തി കൈയും കാലും ഒക്കെ കെട്ടി ഇരുത്തുകയാണ്. എന്നാൽ മറ്റൊരു കൊടൂരം കൂടി ചെയ്യുകയാണ്. ഇനി അവൻ ഓടിപ്പോകാതിരിക്കാനും നേരത്തെ കാലെടുത്ത് അവളെ ചവിട്ടിയിരുന്നില്ലേ, അതിനുവേണ്ടിയും അവൻ്റെ കാലിലേക്ക് ഒരു പിച്ചാത്തി വെച്ച് അടിച്ച് നിലത്തേക്ക് ഇറക്കുകയാണ്. വേദന കൊണ്ട് അവൻ അലറി കരയുമ്പോൾ ലോല ആണെങ്കിൽ അവൻ്റെ മടിയിൽ ഇരുന്ന്, കരയടാ, നന്നായി കരയ്, വേദന സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ, നീ കരയുന്നത് കാണുമ്പോൾ എനിക്ക് എന്തോ വല്ലാതെ ഒരു സന്തോഷം വരുന്നുണ്ട്, അത് കേട്ടപ്പോൾ എൻ്റെ വേദന അവൾക്ക് സന്തോഷം നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ബ്രൻഡ് ഇപ്പോൾ വേദനയൊക്കെ കടിച്ചു പിടിച്ചിരുന്ന് കരയാതെ കൂളായി ഇരിക്കുകയാണ്. അത് കണ്ടപ്പോൾ അവൾക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. ദേഷ്യം വന്ന് അലറിയ ശേഷം ഇവനെ ഇത്രയും വേദനിപ്പിച്ചാൽ മതിയാവില്ല, അടുത്തതായി എന്ത് ചെയ്യണം എന്ന് ലോല ആലോചിക്കുകയാണ്. ഇതേ നേരം നാട്ടിലാണെങ്കിൽ ബ്രൻഡ് സ്ഥിരമായി കയറുന്ന മലയുണ്ടല്ലോ, ആ മലയിലേക്ക് പോലീസുകാരൻ പോയി അന്വേഷിക്കുകയാണ്. അന്നേരം ബ്രൻഡിൻ്റെ ഫോൺ അവിടെ വീണ് കിടക്കുന്നത് കാണുകയാണ്. ആ ഫോൺ എടുത്തുകൊണ്ട് പോയി നേരെ ബ്രൻഡിൻ്റെ അമ്മയ്ക്കും ഗേൾഫ്രണ്ടായ ഹോളിക്കും കാണിച്ചു കൊടുക്കുകയാണ്. ഇതേ നേരം സൈക്കോ ഫാമിലിയിൽ ലോലയുടെ കയ്യിൽ ഒരു ആൽബം ഉണ്ടല്ലോ, ആ ആൽബം എടുത്ത് ബ്രൻഡിന് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. അതിൽ നോക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇവരുടെ കയ്യിൽ അകപ്പെട്ട ആദ്യത്തെ ആൾ ബ്രൻഡല്ല, ഇതിനു മുൻപും ഒരുപാട് പേരെ ഈ ഫാമിലി ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ മുതലല്ല, ഇവൾക്ക് ഒരു 6-7 വയസ്സുള്ളപ്പോൾ മുതൽ ഓരോ ചെറിയ കുട്ടികളെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്ത് ഓരോരുത്തരെയും കൊന്ന് ആൾക്കാരുടെ ഫോട്ടോ വരെ അതിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം എന്തെന്നാൽ അതിൽ ടിമ്മി എന്നൊരു തൻ്റെ ഫോട്ടോ കാണിച്ച്, ഈ ഒരാൾ മാത്രമാണ് എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്, എന്നാൽ രക്ഷപ്പെട്ടു പോയ അവൻ ജീവനോടെ ഉണ്ടാവാൻ സാധ്യതയില്ല, രക്തമൊഴുകി അവൻ മരിച്ചു പോയിട്ടുണ്ടാകും എന്ന് പറയുകയാണ്. ആ ഫോട്ടോയിൽ അവനെ കണ്ടപ്പോഴാണ് ബ്രൻഡ് ആ കാര്യം ഓർക്കുന്നത്. ആക്ച്വലി ആ ഫോട്ടോയിലുള്ള ആ പയ്യനാണ് തുടക്കത്തിൽ ബ്രൻഡും അച്ഛനും കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുൻപിൽ വന്നു നിന്നത് ആ ടിമ്മിയാണ്. അവൻ അങ്ങനെ വേദനയോടെ മുന്നിൽ വന്ന് നിന്നത് കൊണ്ടല്ലേ അന്ന് അങ്ങനെ കാറിൻ്റെ കൺട്രോൾ പോയത്. എല്ലാം വെച്ച് നോക്കുമ്പോൾ അച്ഛൻ മരിക്കാൻ കാരണം ഈ സൈക്കോ ഫാമിലി ആണ് എന്ന് അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ്. മതി, ഇത്രയും തൽക്കാലം കണ്ടത് മതി, എനിക്ക് ബോറടിച്ചു, ഞാൻ ഇനി കുറച്ച് ചിത്രം വരയ്ക്കട്ടെ എന്നൊക്കെ ലോല പറയുകയാണ്. സീൻ അവിടെ കട്ട് ചെയ്താൽ പിന്നീട് കാണുന്നത് കയ്യിൽ രക്തമൊഴുകുന്ന ഫോർക്കും പിടിച്ചു നിൽക്കുന്ന ലോലയും അടുത്ത് അച്ഛനുമുണ്ട്. നോക്കിയാൽ അവൾ ചിത്രം വരക്കുന്നു എന്ന് പറഞ്ഞു പോയതല്ലേ, ആ ചിത്രം വരച്ചത് ബ്രൻഡിൻ്റെ ശരീരത്തിലായിരുന്നു. നന്നായിട്ടുണ്ട് മോളെ, നിനക്ക് നന്നായി ചിത്രം വരയ്ക്കാൻ അറിയാം എന്ന് പറയുമ്പോൾ നോക്കിയാൽ ഫോർക്ക് കൊണ്ട് അവൻ്റെ ശരീരത്തിൽ അവൻ്റെ നെഞ്ചിൽ ഒരു ഹാർട്ട് സിമ്പലാണ് കുത്തി അവൾ വരച്ചത്. ആ ഹാർട്ട് സിമ്പിളിൻ്റെ അകത്ത് അവളുടെ പേരിൻ്റെ ലെറ്റേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാൽ അവൻ കൂടുതൽ വേദന സഹിച്ച് അങ്ങനെ സൈലൻ്റായി ഇരിക്കുമ്പോൾ ഇതെന്താ വേദനിച്ച് കരയാത്തത് എന്ന് പറഞ്ഞ് സൈക്കോ ഉപ്പുപൊടി എടുത്ത് ആ മുറിവിലേക്ക് വിതറുകയാണ്. മുറിവിൽ ഉപ്പ് വീണാലുള്ള വേദന വേറെ തന്നെയാണ്. സഹിക്കാൻ പറ്റാതെ അവൻ അലറാൻ തുടങ്ങി. അത് കാണുമ്പോൾ ലോല പുഞ്ചിരിക്കുകയാണ്. എന്നാൽ ഇവൻ ഇത്രയും വേദനിച്ചാൽ ഒന്നും പോരാ, ഇതിൽ കൂടുതൽ വേദന അനുഭവിക്കണം, എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടണം എന്ന് തീരുമാനിച്ച് ആ ഉപ്പുപൊടിയുടെ അടപ്പ് തുറന്ന് മൊത്തം ഉപ്പും അവൻ്റെ ദേഹത്തേക്ക് അവൻ്റെ ആ മുറിവിലേക്ക് വിതറുകയാണ്. വേദന എന്ന് വെച്ചാൽ മരണവേദന പോലെ അവൻ അനുഭവിക്കുകയാണ്. ശരീരം നീറി ഉരുകിപ്പോകുന്ന അവസ്ഥ, എല്ലാം സഹിക്കാൻ പറ്റാതെ അവൻ അലറലോട് അലറൽ. അത് കണ്ട് 2 സൈക്കോകളും എന്തോ നേടിയതുപോലെ സന്തോഷിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ലോല അന്ന് ബ്രൻഡിനെ ഒരു
ഡാൻസ് പാർട്ടിക്ക് വേണ്ടി ക്ഷണിച്ചതായിരുന്നല്ലോ, അതിന് കൂട്ടിക്കൊണ്ട് പോകാത്തത് കൊണ്ടല്ലേ അവനെ കടത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ അന്ന് ഡാൻസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റാത്തതിനാൽ ഇപ്പോൾ അതേ കാര്യം ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഡാൻസ് പാർട്ടിയുടെ വിന്നറായി ലോലയും ബ്രെൻഡും ആണ് എന്ന് അച്ഛൻ അനൗൺസ് ചെയ്യുകയാണ്. അത് കേട്ടതോടെ ലോലയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അവൾ ആ സന്തോഷത്തിൽ പി ഒക്കെ എടുത്ത് ഊതാൻ തുടങ്ങി. അന്നേരം ബ്രെൻഡ് തളർന്ന് ഇരിക്കുന്നത് കണ്ടിട്ട്, എന്താടാ നിനക്കൊരു ഉന്മേഷം ഇല്ലാത്തത്, നമ്മളല്ലേ ഡാൻസ് പാർട്ടിയിൽ വിന്നർ, അതുകൊണ്ട് നീയും പി ഊത്. അത് കേട്ട് ഇനി ഒരു വേദന സഹിക്കാൻ പറ്റില്ല എന്ന് കരുതി അവൻ പി ഊതുകയാണ്. ശേഷം അച്ഛ, നമ്മുടെ തലയിൽ കിരീടം ഇല്ലല്ലോ, കിരീടം താ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പേപ്പർ കൊണ്ടുണ്ടാക്കിയ കിരീടം എടുത്തിട്ട് ലോലയുടെ തലയിലും ബ്രെൻഡിന്റെ തലയിലും വെക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരുടെയും ഫോട്ടോ എടുക്കുകയാണ്. ശേഷം ബ്രെൻഡിനെ കോട്ട് സ്യൂട്ട് ഒക്കെ ധരിപ്പിച്ച് ആ ചെയറിൽ നിന്നും എഴുന്നേൽപ്പിച്ച് നിർത്തി ബ്രെൻഡിനെ പിടിച്ച് അവന്റെ കൂടെ ഡാൻസ് കളിക്കുവാൻ തുടങ്ങി. അവന്റെ കാലിലാണെങ്കിൽ കത്തി ഇറക്കിയിട്ടുണ്ടല്ലോ, ആ വേദനയും സഹിച്ചാണ് അവൻ കളിക്കുന്നത്. അതിനാൽ നീ എന്താടാ വെള്ളത്തിൽ വീണ കോഴിയെ പോലെ കളിക്കുന്നത്, നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല അല്ലേ, വാ അച്ഛാ നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ആ രണ്ട് സൈക്കോകളും തമ്മിൽ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ബ്രെൻഡ് ആണെങ്കിൽ അത് കുറച്ചു നേരം നോക്കിയിരിക്കുകയാണ്. അന്നേരം അവന് അവന്റെ ആ ബ്ലേഡ് ഉള്ള മാല കാണുകയാണ്. അത് മെല്ലെ എടുത്ത് കയ്യിലെ കെട്ട് മുറിക്കാൻ ട്രൈ ചെയ്യുകയാണ്. അങ്ങനെ ഡാൻസ് കളിച്ചു കഴിഞ്ഞ ശേഷം അവർ അവിടെ മറ്റൊരു കാര്യം ചെയ്യാൻ തുടങ്ങി. ബ്രെൻഡിനെ കടത്തിക്കൊണ്ടുവരുമ്പോൾ അച്ഛന് റോഡിൽ നിന്നും ഒരു കാട്ടുപൂച്ചയെ കിട്ടിയിരുന്നില്ലേ, ആ പൂച്ചയെ ഇപ്പോൾ എടുത്ത് അതിന്റെ തല മാത്രം വെട്ടിയെടുത്ത് ബക്കറ്റിൽ വെള്ളവും എടുത്ത് അവിടെ ഒരു ബേസ്മെന്റ് ഉണ്ട്, ആ ബേസ്മെന്റിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് ആ പൂച്ചയെ ബേസ്മെന്റിലേക്ക് ഇടുകയാണ്. ആ ബേസ്മെന്റ് കാണുമ്പോൾ ബ്രെൻഡിന് ഒരു ഷോക്ക്. എന്തെന്നാൽ ഇവർ ഇതുവരെ കടത്തിക്കൊണ്ടുവന്നവരെ ഒക്കെ ആ ബേസ്മെന്റിലാണ് ഇട്ടിട്ടുള്ളത്. അതിൽ ചിലർ മരിച്ചു പോയിട്ടുണ്ട്, ചിലരാണെങ്കിൽ ഇപ്പോഴും ജീവനോടെയുണ്ട്. അവർക്കുള്ള ഭക്ഷണമാണ് ഇവർ കൊടുത്തത്. അകത്തുള്ളവർ ബേസ്മെന്റിൽ ടോർച്ചർ അനുഭവിക്കുന്നവർ വിശന്ന് സോംബികളെ പോലെ അലറുന്ന വോയിസ് ഒക്കെ ബ്രെൻഡിന് കേൾക്കുകയാണ്. ഇവർ ഇത്രയും വലിയ കൊടൂര സൈക്കോ ആണല്ലോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ ആ സൈക്കോ മറ്റൊരു കാര്യം ആരംഭിക്കുകയാണ്. നേരത്തെ ലോലയുടെ അമ്മയുടെ തലയിൽ ഒരു വൃത്തത്തിൽ ഒരു തയമ്പ് കണ്ടിരുന്നില്ലേ, അത് എങ്ങനെയാ ഉണ്ടായത് എന്ന് വെച്ചാൽ സൈക്കോ ഇപ്പോൾ ആ ഡ്രില്ല് എടുക്കുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത്, എൻ്റെ ഭാര്യയുടെ നെറ്റിയിലുള്ള അതേ തയമ്പ് നിന്റെ ശരീരത്തിലും വേണം, അങ്ങനെ ഒരു ഓർമ്മ നിന്റെ ശരീരത്തിൽ വേണം എന്ന് പറഞ്ഞ് ആ ഡ്രില്ല് ലോലയുടെ കയ്യിൽ കൊടുത്തിട്ട്, എടി അവൻ്റെ തലയിൽ ഓട്ട ഇടുമ്പോൾ സൂക്ഷിക്കണം, തലയോട്ടി മാത്രമേ പൊട്ടാൻ പാടുള്ളൂ, അകത്തേക്ക് കുത്തി കയറ്റരുത്, അവൻ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് പോയി ബ്രെൻഡിൻ്റെ തല അനങ്ങാതിരിക്കാൻ പിടിച്ചു നിർത്തുകയും ലോല ആണെങ്കിൽ ആ ഡ്രില്ല് ഓൺ ചെയ്ത് നേരെ അവൻ്റെ നെറ്റിയിലേക്ക് ലക്ഷ്യമാക്കി പോവുകയാണ്. ആ ഡ്രില്ല് അവൻ്റെ നേർക്ക് വരുമ്പോൾ അവന് ഇപ്പോൾ പേടിച്ച് ഒഴിക്കാൻ മൂത്രം പോലുമില്ലാതെ ഭയന്നിരിക്കുകയാണ്. എന്നാൽ ആ ഡ്രിൽ മെഷീൻ അവൻ്റെ നെറ്റിയിലേക്ക് കൊണ്ടപ്പോൾ തന്നെ അത് സ്ലിപ്പായി പോവുകയാണ്. മോളെ നീ എന്താ ചെയ്യുന്നേ, നല്ല കോൺസെൻട്രേറ്റ് ചെയ്യ്, എന്നാൽ മാത്രമേ അത് കറക്റ്റ് പോയിന്റിൽ നിൽക്കൂ, ഒറ്റ കൈ കൊണ്ട് ചെയ്താൽ ഒന്നും പറ്റില്ല, രണ്ട് കൈ കൂട്ടിപ്പിടിച്ച് ചെയ്യ്. അവൾ അങ്ങനെ കൈ പിടിച്ച് ഡ്രില്ല് കൊണ്ടുവരുമ്പോൾ ബ്രെൻഡ് ആണെങ്കിൽ ജീവൻ പോയ പോലെ ഭയന്ന് ഇരിക്കുകയാണ്. അതേപോലെ ആ ബ്ലേഡ് ഉപയോഗിച്ച് ഒരു വശത്തു കൂടി അവൻ കയ്യിലെ കെട്ടഴിക്കാൻ നോക്കുന്നുമുണ്ട്. എന്നാൽ പറഞ്ഞിട്ട് എന്ത് കാര്യം, സൈക്കോത്തി ആ ഡ്രില്ല് ഉപയോഗിച്ച് അവൻ്റെ നെറ്റിയിൽ അമർത്തി തുളച്ച് തലയോട്ടി വരെ എത്തിക്കുകയാണ്. മതി മോളെ മതി, ഇത്രയും മതി, പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവളെ പ്രോത്സാഹിപ്പിച്ച് അച്ഛൻ കിച്ചണിലേക്ക് പോവുകയാണ്. ബ്രെൻഡ് ആണെങ്കിൽ അവൻ്റെ അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും എല്ലാം ഓർത്ത് ഭയന്ന് ഇരിക്കുകയാണ്. അവൻ്റെ ഗേൾ ഫ്രണ്ട് ഹോളിയെക്കുറിച്ചും അവൻ ഓർക്കുകയാണ്. മരിക്കുമെന്ന് ഉറപ്പാകുമ്പോഴാണല്ലോ നമ്മൾ പ്രിയപ്പെട്ടവരെ ഒക്കെ ഓർക്കുന്നത്, അതിനർത്ഥം ഇവനിപ്പോൾ മരണവേദനയാണ് അനുഭവിക്കുന്നത് എന്നാണ്. ഇനി അടുത്തതായി സൈക്കോ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ, മോളെ ഈ തിളച്ച വെള്ളം അവൻ്റെ ആ നെറ്റിയിൽ വീണ ഓട്ടയിലേക്ക് ഒഴിക്ക്, അങ്ങനെ ഒഴിച്ചാൽ അവൻ്റെ തലച്ചോറ് കുക്കറിൽ ഇട്ട ചിക്കൻ പോലെ വെന്തു പോകും, അന്നേരം അതിൽ നിന്നും ഒരു മണം വരും, ആഹാ തലച്ചോറിൻ്റെ നല്ല വെന്ത മണം എന്ന് പറഞ്ഞ് അവളെ കയ്യിൽ ചൂടുവെള്ളം കൊടുത്തിട്ട് നേരെ പോയി അവൻ്റെ തല പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവൾ ചൂടുവെള്ളം എടുത്തുകൊണ്ട് മെല്ലെ പോയി ഒഴിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് എങ്ങനെയോ സ്ലിപ്പായി ആ വെള്ളം അച്ഛൻ്റെ കൈയിലേക്ക് ഒരൊറ്റ വീഴൽ. എന്താ മോളെ നീ ചെയ്യുന്നേ, നല്ല ശ്രദ്ധിക്ക്, കോൺസെൻട്രേറ്റ് ശ്രദ്ധിച്ച് ചെയ്യ് എന്ന് പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ, സോറി അച്ഛാ ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ വീണ്ടും ഒഴിക്കാൻ വരുമ്പോൾ ഒഴിക്കാതെ നോക്കി നിന്നിട്ട്, അച്ഛാ അവൻ്റെ നെറ്റിയിലെ ഓട്ട ചെറുതാണ്, അതിലെങ്ങനെ വെള്ളം ഒഴിക്കുന്നത്, വലിയ ഓട്ട ആണെങ്കിലല്ലേ വെള്ളം നേരെ ഒഴിക്കാൻ പറ്റൂ, ഓ അതാണ് മോളെ പ്രശ്നം, അതിപ്പം ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഡ്രില്ലിംഗ് മെഷീൻ എടുത്ത് വീണ്ടും അവൻ്റെ തലയിലെ ഓട്ട ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് കുത്തി വലുതാക്കാൻ തുടങ്ങി. പഴയ വേദനയും പുതിയ വേദനയും ഒക്കെയായി ബ്രെൻഡ് അലറി. അതിനിടയിൽ അവൻ ഇതുവരെ ബ്ലേഡ് ഉപയോഗിച്ച് കയറ് മുറിച്ചു കൊണ്ടിരുന്നതല്ലേ, ഇപ്പോൾ അത് പൂർണ്ണമായി മുറിച്ചു മാറ്റാൻ പറ്റി. ആ കയ്യിലെ കെട്ടൊക്കെ അഴിഞ്ഞതിനാൽ ആ ബ്ലേഡ് ഉപയോഗിച്ച് സൈക്കോൻ്റെ മോന്തക്ക് ഒരൊറ്റ വീശൽ, സൈക്കോ തെറിച്ചു വീഴുകയാണ്.
ശേഷം ആ ഡ്രിൽ മെഷീൻ എടുത്ത് കാലിലെ കെട്ടിയ ഭാഗം ഡ്രിൽ മെഷീൻ ഉപയോഗിച്ച് മുറിക്കാൻ തുടങ്ങി. എന്നിട്ട് അവൻ്റെ കാലിൽ കുത്തിവെച്ച പിച്ചാത്തി ഉണ്ടല്ലോ അതും വലിച്ചൂരി എടുത്തിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ സൈക്കോ കലിപ്പിൽ അവനെ ആക്രമിക്കാൻ വരുമ്പോൾ കയ്യിലുള്ള പിച്ചാത്തി എടുത്ത് സൈക്കോന്റെ കഴുത്തിലേക്ക് ചറപറാന്ന് കുത്തി അങ്ങനെ ആ സൈക്കോ തന്തയെ വലിച്ചെറിയുകയാണ്. അത് കണ്ട് ആകെ കലിപ്പിലായ ലോല ബ്രെൻഡിനെ ആക്രമിക്കാൻ വരുമ്പോൾ അവളെയും പിടിച്ച് മലർത്തി കിടത്തി അവളുടെ മൂക്കിലേക്ക് ഇടിച്ച് അവളുടെ മൂക്ക് പഞ്ചറാക്കി വെച്ചിട്ട് നേരെ സൈക്കോ തന്തയുടെ അടുത്ത് നോക്കുമ്പോൾ അയാൾ ഇതുവരെ മരിച്ചിട്ടില്ല. അയാളെ പിടിച്ച് അടിച്ച് ആ ബേസ്മെന്റിലേക്ക് തള്ളിയിടുകയാണ്. അങ്ങനെ തള്ളിയിട്ടപ്പോൾ അയാളുടെ ശരീരം കഴിക്കാൻ അവിടെ ഇവർ ഇതുവരെ പട്ടിണിക്കിട്ട് ടോർച്ചർ ചെയ്യുന്ന 3 പേരുണ്ട്. സോംബികളെ പോലെയായി വന്ന് ആ സൈക്കോ തന്തയെ കടിച്ച് തിന്നാൻ തുടങ്ങി. അത് ബ്രെൻഡ് ഭയത്തോടെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറകിലൂടെ ലോല വന്നിട്ട് അവൻ്റെ കാല് പിടിച്ച് ബേസ്മെന്റിലേക്ക് ഇടാൻ നോക്കിയപ്പോൾ ജസ്റ്റ് മിസ്സിൽ അവൻ അവിടെ തൂങ്ങി നിൽക്കുകയാണ്. എന്നാൽ അവിടെയും അവന് രക്ഷ ഉണ്ടായിരുന്നില്ല. സൈക്കോത്തി ചുറ്റിക എടുത്തുകൊണ്ടുവന്ന് അവൻ്റെ കയ്യിൽ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വേദന സഹിക്കാൻ പറ്റാതെ ബേസ്മെന്റിലേക്ക് ഒരൊറ്റ വീഴ്ച. എന്നാൽ വിശന്ന് വലഞ്ഞ 3 പേരും അച്ഛൻ്റെ ശരീരം കഴിക്കുന്ന തിരക്കിലാണ്. അതിനാൽ ബ്രെൻഡിനെ ആക്രമിക്കാതെ നിൽക്കുമ്പോൾ കലിപ്പിലായ ലോല എൻ്റെ അച്ഛനെ വിട്ടേക്ക്, ബ്രെൻഡിനെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ ശരീരം കഴിക്കുന്ന ആൾക്കാരുടെ ദേഹത്തേക്ക് അവിടെയുള്ള കത്തിയും പാട്ടയും ചുറ്റികയും ഒക്കെ വലിച്ചെറിയുകയാണ്. എന്നാൽ പറഞ്ഞിട്ട് എന്ത് കാര്യം, അവന്മാർ അച്ഛനെ ഇഞ്ചിഞ്ചായി കഴിച്ചു തീർക്കുകയാണ്. അതിനാൽ ശരി, അച്ഛൻ്റെ കാര്യം ഗോവിന്ദ, ഇനി അച്ഛനെ കഴിച്ച ശേഷം അവനെയും കഴിച്ചേക്ക് എന്ന് പറഞ്ഞ് ആ ബേസ്മെന്റിന്റെ ഡോർ അവൾ അടക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ ആ 3 പേരും ബ്രെൻഡിന്റെ അടുത്തേക്ക് നോക്കി വരാൻ തുടങ്ങി. നേരത്തെ ലോല മുകളിൽ നിന്ന് എന്തൊക്കെയോ ബേസ്മെന്റിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നില്ലേ, അതിൽ ചുറ്റികയും ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ബ്രെൻഡ് കയ്യിൽ പിടിച്ച് എൻ്റെ അടുത്തേക്ക് വന്നാൽ എല്ലാറ്റിനെയും ഞാൻ അടിച്ചു കൊല്ലും എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ സൈക്കോ ടോർച്ചർ ചെയ്തതിനാൽ ഇവരുടെ ഒക്കെ മനോനില ആകെ തെറ്റിയിട്ടാണുള്ളത്. വിശപ്പ് മാറ്റുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അതിനാൽ ബ്രെൻഡിന്റെ അടുത്തേക്ക് കടിച്ച് തിന്നാനായി വരുമ്പോൾ ബ്രെൻഡ് ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കിയില്ല. ആ 3 പേരെയും ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതേ നേരം ലോല ആണെങ്കിൽ നേരെ അമ്മയുടെ റൂമിൽ പോയിട്ട് എൻ്റെ അച്ഛൻ മരിച്ചുപോയി, ഇനി നിങ്ങൾ മാത്രം ഇവിടെ നിന്നിട്ട് എന്താ ചെയ്യുന്നത്, നിങ്ങളെ നോക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, അതുകൊണ്ട് അച്ഛൻ പോയ അതേ വഴിക്ക് നിങ്ങളും പോയിക്കോ എന്ന് പറഞ്ഞ് തലയണ എടുത്ത് സ്വന്തം അമ്മയാണെന്ന് പോലും നോക്കാതെ അവൾ തലയണ മുഖത്തേക്ക് വെച്ച് ശ്വാസം മുട്ടിച്ച് അമ്മയെ കൊല്ലുകയും ചെയ്തു. ഇപ്പോൾ മറ്റൊരിടത്ത് പോലീസുകാരൻ്റെ മകൾ മിയയും ഫ്രണ്ടുകാരനും ഡാൻസ് പാർട്ടിക്ക് പോയിരുന്നില്ലേ. പാർട്ടിയൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വന്ന് മിയ ബെഡ്റൂമിൽ ഇരുന്ന് എന്തോ ദുഃഖിച്ച് കരയുകയാണ്. കാര്യം എന്തെന്നാൽ തുടക്കത്തിൽ റോഡിൽ ബ്രെൻഡും അച്ഛനും പോകുമ്പോൾ നടു റോഡിൽ കണ്ട ആ ടിമ്മി ഉണ്ടല്ലോ, സൈക്കോയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ടിമ്മി, അവൻ മിയയുടെ ബ്രദറാണ്. അവനെ കാണാതായിട്ട് മാസങ്ങളായി. അതിനാൽ കണ്ടുപിടിക്കാത്തതിൽ ഇപ്പോഴും വിഷമിച്ച് അവന് എന്താ സംഭവിച്ചത് എന്ന് പോലും അറിയാതെ പോലീസുകാരനായ അച്ഛനോട് പരാതി പറഞ്ഞ് നിങ്ങൾ ഇതുവരെയായിട്ടും അവനെ കണ്ടെത്തിയില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. അതേ വിഷമം അച്ഛനുമുണ്ട്. ആ പോലീസുകാരൻ മകനെ ഓർത്ത് സങ്കടപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ മറ്റൊരിടത്ത് ഹോളിയെ കാണാം. അവൾക്ക് ഇപ്പോഴാണ് ആ കാര്യം ഓർമ്മ വരുന്നത്. ബ്രെൻഡും അവളും കാറിൽ വരുമ്പോൾ ബ്രെൻഡ് ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, ലോലയ്ക്ക് തന്നോട് താല്പര്യമുണ്ടെന്നും ഡാൻസ് പാർട്ടിക്ക് ഒരുമിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞ കാര്യം. അതുകൊണ്ട് അവൾ ബ്രെൻഡിനെ എന്തെങ്കിലും ചെയ്ത് കാണുമോ എന്ന് ചിന്തിക്കുകയാണ്. എന്നിട്ട് ഉടനെ ആ കാര്യം പോലീസുകാരനെ അറിയിക്കുകയാണ്. അത് കേട്ടതും പോലീസുകാരൻ നേരെ ലോലയുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ആ സൈക്കോ ഫാമിലിന്റെ വീട്ടിലെത്തി അകത്തേക്ക് കയറുന്നതിന് മുൻപ് അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ജനാല വഴി എത്തി നോക്കുമ്പോൾ അവിടെ ഹാളിൽ മൊത്തം രക്തം ചിതറിക്കിടക്കുന്നത് കാണുകയാണ്. അതിനാൽ തോക്കെടുത്ത് അലേർട്ടായി മെല്ലെ അകത്തേക്ക് കടക്കാൻ തുടങ്ങി. അന്നേരം ബേസ്മെന്റിലുള്ള ബ്രെൻഡ് മേലെ ആരോ നടക്കുന്ന ശബ്ദം കേട്ട് എന്നെ രക്ഷിക്കാൻ ആരോ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ബേസ്മെന്റിലുള്ള ഓരോ തിങ്സ് എടുത്ത് ബേസ്മെന്റിന്റെ ഡോറിലേക്ക് എറിഞ്ഞ് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അന്നേരം പോലീസുകാരന് അത് മനസ്സിലാവുകയും ബേസ്മെന്റ് മെല്ലെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അകത്ത് ബ്രെൻഡ് നിൽക്കുന്നത് കാണുകയാണ്. നോക്കിയാൽ ദേ പുറകിലൂടെ സൈക്കോത്തി വരുന്നു. വന്ന് കോടാലിയെടുത്ത് അവന്റെ തലക്കൊരറ്റ വെട്ടേറ്റ് പോലീസുകാരൻ നേരെ ബേസ്മെന്റിലേക്ക് ഒരറ്റ വീഴ്ച. ബ്രെൻഡ് ആണെങ്കിൽ കലിപ്പിൽ ആ പോലീസുകാരന്റെ തോക്കെടുത്ത് ലോലയുടെ നേർക്ക് ചറപറാന്ന് പൊട്ടിച്ചെങ്കിലും ലോല എസ്കേപ്പ് ആവുകയാണ്. ചറപറാന്ന് വെടിവെച്ചതിനാൽ ആ തോക്കിലെ ബുള്ളറ്റും തീർന്നു. അന്നേരം ലോല അവിടെയുള്ള ഒരു പിച്ചാത്തി എടുത്ത്, എടാ നീ എൻ്റെ അച്ഛനെ ഈ പിച്ചാത്തി കൊണ്ടല്ലേ കഴുത്തിൽ കുത്തിയത്, അതേപോലെ ഞാൻ നിന്റെ അമ്മയുടെ കഴുത്തും കുത്താൻ പോവുകയാ. നിന്റെ അമ്മയെ മാത്രമല്ല, നീ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഹോളിയുടെ ഹാർട്ടിൽ തന്നെ ഞാൻ ഈ കത്തി കുത്തിയിറക്കും. നീ സ്നേഹിക്കുന്ന എല്ലാരെയും ഞാൻ കുത്തിക്കൊല്ലും എന്ന് പറഞ്ഞിട്ട് ലോറ ആ ബേസ്മെന്റിന്റെ ഡോർ ക്ലോസ് ചെയ്തിട്ട് ബ്രെൻഡിന്റെ വീട് ലക്ഷ്യമാക്കി പോകാൻ തുടങ്ങി. ബ്രെൻഡിനാണെങ്കിൽ ആകെ ഭയം വരാൻ തുടങ്ങി. എന്ത് ചെയ്യണം എന്നൊന്നും അറിയുന്നില്ല. എൻ്റെ അമ്മയെയും ഗേൾ ഫ്രണ്ടിനെയും എങ്ങനെയാ രക്ഷിക്കുക എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ആ ബേസ്മെന്റിൽ സൈക്കോകൾ കൊലപ്പെടുത്തിയ ആൾക്കാരുടെയൊക്കെ അസ്ഥികൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണുകയാണ്. അത് കാണുമ്പോൾ അവനൊരു ഐഡിയ തോന്നുകയാണ്. ആ എല്ലുകൾ ഒക്കെ കൂട്ടിയിട്ട്
കൂട്ടിയിട്ട് അതിനുമേലെ നേരത്തെ കൊലപ്പെടുത്തിയ സൈക്കോ തന്തയുടെ ബോഡിയും പോലീസുകാരന്റെ ബോഡിയും നേരത്തെ കൊലപ്പെടുത്തിയ ആ 3 പേരുടെ ബോഡിയും എല്ലാം കൂട്ടിയിട്ട് അതിനുമേലെ കയറി നിന്ന് ബേസ്മെന്റിന്റെ ഡോർ തുറക്കാൻ ട്രൈ ചെയ്യുകയാണ്. ഇതേ നേരം സൈക്കോത്തി ആണെങ്കിൽ കയ്യിൽ ആൽബവും പിച്ചാത്തിയും പിടിച്ച് റോഡിലൂടെ നടന്നു പോവുകയാണ്. ഇതേ നേരം ഹോളി ആണെങ്കിൽ കാറിൽ വരുന്നുണ്ട്. അവളുടെ കാർ കണ്ട സൈക്കോത്തി മെല്ലെ മാറി നിൽക്കുകയാണ്. അങ്ങനെ ആ വാഹനം അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഒളിഞ്ഞു നിന്നിട്ടുള്ള ലോല അവളുടെ കയ്യിലെ ആൽബം കാറിന്റെ നേർക്ക് വലിച്ചെറിയുകയാണ്. പെട്ടെന്ന് അവൾ കാർ നിർത്തി ഇതാര വലിച്ചെറിഞ്ഞ് എന്താ ഇത് എന്ന് നോക്കി നിൽക്കെ അവിടേക്ക് പെട്ടെന്ന് സൈക്കോത്തി വന്ന് കത്തിയെടുത്ത് ഹോളിയെ കുത്താൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. 2 പേർക്കും ഇടയിൽ അടിപിടി വഴക്ക് നടക്കുകയാണ്. അങ്ങനെ ആ പോരാട്ടത്തിന് ഒടുവിൽ ഹോളി സൈക്കോത്തിയുടെ മുഖത്തേക്ക് ഇടിച്ചിട്ട് എങ്ങനെയോ എസ്കേപ്പായി ഓടാൻ തുടങ്ങി. പുറകെയാണെങ്കിൽ പിടിവിടാതെ സൈക്കോത്തിയുമുണ്ട്. ഇതേ നേരം ബ്രെൻഡ് ആണെങ്കിൽ ആ ബേസ്മെന്റിൽ നിന്ന് മുകളിലോട്ട് കയറി എന്നിട്ട് പോലീസുകാരൻ വന്ന കാറിൽ കയറി പോവാൻ തുടങ്ങി. സൈക്കോ ലോല വീട്ടിലേക്ക് പോകും എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് അവളെ ലക്ഷ്യമാക്കി അവളെ തീർക്കാൻ ഭാവത്തിൽ പോകാൻ തുടങ്ങി. ഒരു വലിയ കയറ്റം, ആ കയറ്റത്തിന്റെ അപ്പുറത്തുള്ള ഭാഗം കാണുന്നില്ല. എന്നാൽ ഇവനാണെങ്കിൽ കലിപ്പിൽ കാർ ഓടിച്ചു പോകുമ്പോൾ ആ കയറ്റം കഴിഞ്ഞ് താഴോട്ട് വാഹനം ഇറക്കുമ്പോൾ താഴെ ആ ഹോളി ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ കാർ ഓടിക്കാൻ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അവളെ ഇടിച്ചോ ഇടിച്ചില്ല എന്ന രീതിയിൽ കാർ കൺട്രോൾ വിട്ട് റോഡ് വിട്ട് എവിടെയെങ്കിലും പോയി ഇടിക്കുന്നതിന് മുൻപേ പെട്ടെന്ന് തന്നെ അവൻ തിരിച്ച് റോഡിലോട്ട് വാഹനം തിരിക്കുമ്പോൾ അവിടെ മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. ഹോളിയെ കുത്താനായി വന്ന സൈക്കോത്തി മുന്നിൽപ്പെടുകയും അവളെ ഒരൊറ്റ ഇടി തന്റെ അച്ഛൻ മരിച്ച അതേ സ്ഥലത്ത് വെച്ച് തന്നെ അച്ഛൻ മരിക്കാൻ കാരണക്കാരിയായ സൈക്കോത്തിയെയും ഇടിച്ച് തെറിപ്പിച്ചു വിട്ടു. എന്നാൽ അവൾ ഇതുവരെ മരിച്ചിട്ടില്ല. കാലൊക്കെ ഒടിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ പോലും അവളുടെ ഉള്ളിലെ പകയിൽ കത്തിപ്പിടിച്ച് ഞരങ്ങി നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ലടാ എന്ന് പറഞ്ഞു വരികയാണ്. എന്നാൽ അത് കണ്ട് നീ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ എന്നെ കൊല്ലൂ എന്ന് പറഞ്ഞ് റിവേഴ്സ് എടുത്ത് വന്ന് അവളുടെ ദേഹത്തേക്ക് കാർ കയറ്റി ഇറക്കി അങ്ങനെ സൈക്കോത്തിയെ കൊന്ന് കാലാപുരിക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം ബ്രെൻഡും ഹോളിയും നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. അതുകണ്ട് അമ്മ തൻ്റെ മകൻ തിരിച്ചു വന്നല്ലോ എന്ന സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.